കോൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് കൂടുതൽ അവയർനെസ് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. കാരണം അതൊരു പ്രകൃതിയുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നതും ഇനിയുള്ള കാലത്ത് ആളുകൾക്ക് പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് എല്ലാ വർഷവും ഇതേപോലെ വെള്ളപ്പൊക്കവും നാച്ചുറൽ കലാമിറ്റീസും ഉള്ള സമയത്ത് അതിനോടൊക്കെ വേണമെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മോഡലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും എന്താണ് നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു നാട്ടിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇവിടെ കിട്ടുന്ന മെറ്റീരിയൽ അവൈലബിലിറ്റിക്ക് അനുസൃതമാണ് സാധാരണ നിർമ്മാണം എന്ന് പറയുന്നത് ആ സ്ഥലത്തിന് അനുയോജ്യമായി നിർമ്മാണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാം. ആ അനുയോജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ പ്രാദേശികമായി കിട്ടുന്ന നമ്മുടെ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റുകളിലെ നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ അത് നമ്മുടെ സമൂഹം നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്ന ഒട്ടനവധി ഇഷ്യൂസുകളും ഉള്ളതുകൊണ്ട് അതിനെങ്ങനെ സേവ് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ആ കണ്ടീഷനിലാണ് ഈ മോഡുലാർ ഇമ്പോർട്ടൻസ് വരുന്ന അർത്ഥം. കാരണം മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, രണ്ട് പണിക്കാരുടെ സ്കിൽഡ് പ്രോബ്ലം ഉണ്ട്. കാരണം നമുക്കിപ്പോ നമ്മുടെ നാട്ടിലെ പണിക്കാർ കുറഞ്ഞ് വിദേശത്ത് പുറത്തുനിന്ന് പണിക്കാർ വന്നു തുടങ്ങി. പിന്നെ ഇതിന് പിന്നാലെ നിൽക്കാനുള്ള ടൈം ആർക്കും ഇല്ല. അതിനെ സേവ് ചെയ്യാൻ നോക്കി നമുക്ക്. അപ്പൊ പരിസ്ഥിതിയെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതിക്ക് കോട്ടം വരാതെ ഒരു നിർമ്മാണം എങ്ങനെ നടത്താമെന്നാണ് ഈ മോഡേൺ കൺസ്ട്രക്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് കേരളത്തിലുള്ള നമുക്ക് ഇവിടെ കിട്ടുന്ന അവൈലബിലിറ്റിയുടെ മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ തീർച്ചയായും ചെയ്യാം. ഇത് കാലാവസ്ഥയെ അനുയോജ്യമാണോ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷന്റെ മെറ്റീരിയൽസ്, അതായത് ഇപ്പൊ ഷീറ്റ് റൂഫ് ആയിരിക്കാം, ഓടായിരിക്കാം, ഷിംഗിൾസ് ആയിരിക്കാം, റൂഫിങ്ങിന് സൊല്യൂഷൻസ്, ഇത് തന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് ആകെ നിർബന്ധമുള്ള എന്താണ്, കല്ലും സിമെന്റും മണലും മെറ്റൽ എന്നുള്ള അങ്ങനത്തെ ആ ഒരു കോൺസെപ്റ്റ് വിട്ടിട്ട്, ഹെവി ആയിട്ടുള്ള കോൺസെപ്റ്റ് വിട്ടിട്ട് ഒന്നുകൂടി ഈസി എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്യുന്നത് മാത്രം. നമുക്ക് ട്രാൻസ്പോർട്ടിങ് എളുപ്പമാണ്. നമ്മുടെ റോഡിന്റെയും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിന് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മെറ്റീരിയൽ അധികം ഹെവിയിൽ പോകാൻ പറ്റാത്തത്. അതിന് കോൺക്രീറ്റ് അല്ലെങ്കിൽ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മൾ പ്രകൃതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും ഇല്ലേ. ഇനി ഇത് വേറെ ഗുണം എന്താണ്, ഇതിൽ ഫിനിഷ്ഡ് മെറ്റീരിയൽ വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്യാം. ഉദാഹരണം കല്ല് പണിതു, അതിനോട് തേച്ചു, അതിനോട് പുട്ടിയിട്ടു, അതിനോട് പ്രൈമർ അടിച്ചു, അതിനോട് പെയിന്റ് അടിച്ചു, അല്ലെങ്കിൽ പെയിന്റിനോട് ടെക്സ്റ്റേഴ്സ് അടിച്ചു, അല്ലെങ്കിൽ എഫക്ട്സ് ഉണ്ടാക്കി. ഇങ്ങനെ ഒട്ടനവധി പ്രോസസ് ഒരു പോയിന്റ് ചെയ്യുന്നതിന് പകരം ഈ എഫക്ട്സ് ഒക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ ആ വിത്തിൻ സെക്കൻഡിൽ ടൈമിൽ മെറ്റീരിയൽസ് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ടൈം സേവ് ചെയ്യുന്നതുകൊണ്ടുള്ള കോസ്റ്റ് സേവിങ്സ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒരിക്കലും മുൻകൂട്ടി ഇന്ന സാധനം നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഇന്ന് എന്റെ കയ്യിൽ എന്താ കിട്ടുന്നത്, എന്റെ നിയറസ്റ്റ് എന്താ കിട്ടുന്നത്, ആ സ്ഥലത്ത് യോജിക്കുന്നത് എന്താണ്. അതായത് നമ്മൾ കിട്ടുന്ന സാധനം മാത്രമല്ല, ഓരോ ലൊക്കേഷൻ മാറും. കാരണം ഇപ്പോൾ കടൽ പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ സീസൈഡൊക്കെ ബുദ്ധിമുട്ട് എന്താണ്, കൊറോഷൻ വരും. അപ്പോൾ കൊറോഷൻ ഇല്ലാത്ത മെറ്റീരിയൽ യൂസ് ചെയ്യണം. ഇതെല്ലാം അവൈലബിലിറ്റി നമുക്ക് ഇല്ല. സ്വന്തമായി കണ്ടെത്തിയുകൊണ്ട് ആ ലെവൽ ചിന്തിക്കാൻ പോകുകയാണെങ്കിൽ ഈർപ്പത്തിന്റെ വെള്ളം എന്ന പ്രശ്നം അങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണം. അതിനനുസരിച്ച് നമുക്ക് ഇത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻസെക്ട്സ് പെസ്റ്റിന്റെ പ്രശ്നങ്ങളുണ്ട്, മോയ്സ്ചർ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതുപോലെ ലൊക്കേഷൻസ് പുതിയ മെറ്റീരിയൽ ചൂസ് ചെയ്യാം. ഇതൊക്കെ മൂന്നാറായതിന്റെ പേരിൽ ഗുണം, ഒരു ഫാക്ടറിക്ക് അത് ചെയ്യുന്ന പേര് വേസ്റ്റേജ് വളരെ കുറയും. അപ്പൊ തന്നെ പിന്നീട് മാറ്റാം. എന്തായാലും നല്ല ഒരു ടോക്കായിരുന്നു പറഞ്ഞത്. അവസാനം കൺക്ലൂഷൻ എന്നുള്ള നമുക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് ഇന്നോവേഷൻസ് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നു, പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്നു, പുതിയ പുതിയ മെറ്റീരിയൽസ് വരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തും കൺസ്ട്രക്ഷന്റെ രംഗത്ത് കുറേ ഗവേഷണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ 3D പ്രിന്റിംഗ് പോലെയുള്ള പുതിയ ഒരു മേഖല തന്നെ കഴിഞ്ഞു വരുന്നുണ്ട്. പിന്നെ AI ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ ഡിസൈൻ കോൺസെപ്റ്റിലാവട്ടെ, കൺസ്ട്രക്ഷൻ മേഖലയിലാവട്ടെ ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ കേരളം പോലുള്ള നാട്ടിലേക്കൊക്കെ വരാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ ഏത് രീതിയിൽ കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കൺസ്ട്രക്ട് ചെയ്യുന്ന ആളുകളാവട്ടെ, ഈ കൺസ്ട്രക്ഷൻ പിന്നെ ചെയ്തു കൊടുക്കുന്ന ആളുകളാവട്ടെ, രണ്ടു കൂട്ടരും ഏതൊക്കെ രീതിയിൽ കോൺഷ്യസ് ആവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മെറ്റീരിയൽ വേസ്റ്റേജ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. പ്രകൃതിയെ പരമാവധി ഉപദ്രവിക്കാതെ ചെയ്യാൻ സാധിക്കും. അപ്പൊ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയലിന്റെ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ തയ്യാറാക്കുകയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ലെവലിൽ ചെയ്യുകയും വേണം. കാരണം ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. മെറ്റീരിയൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്, ഡിസൈൻ അനുയോജ്യമല്ല.
ഡിസൈൻ അനുയോജ്യമല്ലാത്തതിന്റെ പേരിലാണ് താൽക്കാലിക ഭംഗി എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്ന പോലെയാണ്. നമ്മുടെ ഉള്ള ഭംഗിയിൽ തന്നെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭംഗിയാണെന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കൊരു ഭംഗി കുറവുണ്ടെന്നു അതിനെ ഭംഗിയാക്കാൻ വേണ്ടി നിലനിർത്തുന്ന വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയ എമൗണ്ട് ചെലവാക്കുന്നു. അത് ശാശ്വതമല്ല. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് പഴയതായോ, നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ല, വീണ്ടും. അപ്പൊ എല്ലാം കണ്ടിന്യൂസ് നമ്മൾ എക്സ്പെൻസ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ഈ എക്സ്പെൻസ് കണ്ടിന്യൂസ് എക്സ്പെൻസിനെ എത്രമാത്രം ഇല്ലാതാക്കാൻ സാധിക്കും, അതായത് മെയിൻ്റെനൻസ് ഫ്രീ ആക്കാൻ പറ്റും. അപ്പൊ മെയിൻ്റെനൻസിന് കളർ ചേഞ്ചോ അതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാവുന്ന ഒരുപാട് മെറ്റീരിയൽ മാർക്കറ്റിൽ ഇവിടെ പുറമെ വിദേശ രാജ്യങ്ങൾ ഒരുപാട് വരാനുണ്ട്. നമ്മൾ ആ പർപ്പസിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് അവസരമുണ്ട്. പക്ഷെ അത് നമ്മൾ വരാനുള്ള സമയം എടുക്കുക വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇത് എല്ലാം ചെയ്യുന്നതിന്റെ പിന്നെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി റോസേഴ്സ് എന്ന് പറഞ്ഞ ഒരു മോഡേൺ ആർക്കിടെക്ചർ, അതിനെ വെച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഗാർഡൻ, റെഡിമെയ്ഡ് ആയിട്ടുള്ള വീട്, റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫർണിച്ചർ, ഫർണിഷിംഗ്, ഒരു കാർ കമ്പനി പോലെ തന്നെയുള്ള ഒരു സർവീസ് ആയിട്ടുള്ള ഒരു ഷോറൂംസ് പോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന ലെവലും ആളുകൾക്ക് ഒരു ഫർണിച്ചർ മേടിക്കാൻ പോകുന്ന പോലെ നേരിട്ട് കണ്ടുകൊണ്ട് അതിന്റെ അവരുടെ ഇഷ്ടത്തിലുള്ള സ്റ്റൈലില് ഇത് ചെന്ന് വാങ്ങിച്ച് വീട്ടിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്താവുന്ന ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഒരുപാട് കൺസ്ട്രക്ഷൻ രംഗത്തുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് കെജി സാറ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സംരംഭക രംഗത്ത് ഉള്ള ആശയങ്ങൾ, അതേപോലെ സാധാരണ ഒരു വീട് സ്വപ്നമായി കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആശയങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം താങ്ക് യു. തീർച്ചയായും താങ്ക് യു.